നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കേരള PSCയുടെ ഒരു പുതുപുത്തൻ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കുറെ അധികം ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. SBCID അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഡിഗ്രി ലെവലുള്ള ഒരു പോസ്റ്റാണ്. ഒരുപാട് കുട്ടികൾ, അതായത് കേരള പോലീസിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ഫിസിക്കൽ ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയാത്ത അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കേരള പോലീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഒരു പോസ്റ്റാണ് SBCID അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ 30/4/2025 വിജ്ഞാപനത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ് 4/6/2025 ആണ്. എന്താണ് SBCID നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് വിശകലനം ചെയ്യാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം 4/6/2025 വരെയാണ് ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതായത് ഒരു മാസത്തിനടുത്ത് അല്ലെങ്കിൽ ഒരു മാസത്തിൽ താഴെ മാത്രം സമയമാണ് നമുക്ക് അപ്ലിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ, അതായത് ഡിഗ്രി ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു അടിപൊളി പോസ്റ്റ് ആണ് ഈ പറയുന്ന SBCID എന്ന് പറയുന്നത്. ഇവിടെ കേരള പോലീസ് സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു യൂണിഫോം തസ്തിക അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് നമുക്കറിയാം LD ക്ലർക്കുമാരായിട്ട് സർവീസിൽ കയറുന്ന ആളുകൾ, അത് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് LD ക്ലർക്കുമാരായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യുന്നവരാണ് അവിടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആയിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലറിക്കൽ ജോലികളൊക്കെ ചെയ്യുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആയിട്ടുണ്ടാവുക. ഇവർക്ക് പിന്നീട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കൊക്കെ എക്സാം എഴുതാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഒരു മിനിസ്റ്റീരിയൽ പോസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേക്കൻസി തന്നെയാണ് ഈ SBCID എന്ന് പറയുന്നത്. ഓക്കെ, SBCID അസിസ്റ്റന്റ് എന്നാണ് ആ പോസ്റ്റിന്റെ പേര്. അതിവിടെ കിടപ്പുണ്ട്. SBCID അസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയും. പക്ഷേ ഇതെന്തല്ല, ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫിസിക്കൽ ഉണ്ടാവില്ല. ഇതിനൊരു എക്സാമിനേഷൻ എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. NCCയുടെയോ ഒന്നും തന്നെ ആനുകൂല്യങ്ങളും ഇതിൽ എന്ത് ചെയ്തില്ല, കിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് യൂണിഫോം പോസ്റ്റിലുള്ള ആനുകൂല്യങ്ങൾ ഇവിടെ കിട്ടില്ല. ഇതൊരു അസിസ്റ്റന്റ്, നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്, ഡിഗ്രി ലെവലുള്ള ഒരു പോസ്റ്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ സാലറി 31,100 മുതൽ 66,800 വരെയാണ് സാലറി വരിക. 31,100 മുതൽ 66,800 വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക. ഇവിടെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. എത്ര വേക്കൻസി വരും എന്നുള്ളതിലും ധാരണയില്ല. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. കേരളത്തിൽ മുഴുവനായിട്ട് വരുന്ന ഒരു ലിസ്റ്റ് ആണ്. പക്ഷേ ഇത് വളരെ കുറച്ച് ജില്ലകളിൽ മാത്രമേ വേക്കൻസീസ് വരികയുള്ളൂ. പക്ഷേ കേരളത്തിൽ മുഴുവനായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് SBCID അസിസ്റ്റന്റ് എന്ന് പറയുക. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള എല്ലാ ആളുകൾക്കും ഈ പറയുന്ന SBCID പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ഗ്രാജുവേഷൻ ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ കേട്ടോ. ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഗ്രാജുവേഷൻ ഉള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായ 36 വയസ്സ് കവിയാത്ത ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ കഴിയും, ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. SC ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും നിയമാനുസൃതമായി ലഭിക്കുമെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. കേരള പോലീസിന്റെ കീഴിൽ വരുന്ന SBCID എന്ന് പറയുന്ന പോസ്റ്റ് 31,100 മുതൽ 66,800 വരെയാണ് സാലറി വരിക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. നിലവിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് ധാരണയില്ല. കേരളത്തിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുന്ന ഒരു ലിസ്റ്റ് ആണ് ഇത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. പ്രായം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. എന്നാൽ ഇതിൽ എന്തുണ്ട്, SC ST അതേപോലെ തന്നെ OBC കാറ്റഗറിക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുമെന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ഓർത്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ ഇതൊരു ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെയാണ്. 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഡേറ്റ് ഉള്ള, നമ്മുടെ ഫോട്ടോഗ്രാഫിൽ ഡേറ്റ് ഉള്ള റീസെന്റ് ഫോട്ടോഗ്രാഫ്സ് വേണം അപ്ലൈ ചെയ്യാനെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ അത്തരം കാര്യങ്ങളും നോക്കേണ്ടതില്ല. ആധാർ നിങ്ങൾക്ക് ഐഡന്റിഫിക്കേഷൻ പ്രൂഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ 4/6/2025 12 മണി വരെ മാത്രമാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്തുള്ളത്.
എക്സാമിനേഷൻ നമുക്ക് ഏകദേശം എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും? അതായത് നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് നമുക്കൊരു 3 മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. എന്നാൽ ഇതിന് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകുമോ, മെയിൻസ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതിന് ഒരു വ്യക്തത വരാനുണ്ട്. അപ്പം എന്തായാലും എക്സാമിനേഷൻ ഒരു 3 മാസങ്ങൾക്കപ്പുറം പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പുറകെയുള്ള കലണ്ടറുകളിൽ, അല്ലെ PSC കലണ്ടറുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ഇത് ഫിസിക്കൽ ഇല്ലാത്ത പോസ്റ്റാണ്. കേരള പോലീസിന്റെ ഭാഗമാണെങ്കിലും ഇത് യൂണിഫോം തസ്തികയല്ല, മിനിസ്റ്റീരിയൽ ആണ്, നോൺ യൂണിഫോം ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ അതേപോലെ നോൺ യൂണിഫോം ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് യൂണിഫോം പോസ്റ്റ് അല്ല. ഇനി നമ്മുടെ കേരള പോലീസിനകത്തിൽ തന്നെ വരുന്ന എല്ലാ ജില്ലകളിലും ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടെങ്കിലും അതിന് വളരെ കുറച്ച് മേഖലകളിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിയമനങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയേക്കുക. എന്നാലും നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം ഒരു വേക്കൻസി വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് SBCID എന്ന് പറയുക. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സമയമാണ്. ഇനിയും പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾ എഫോർട്ട് എടുക്കുക. ഫിസിക്കലൊക്കെ ഫെയിൽ ആയി പോകുന്നവർക്ക്, കേരള പോലീസിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക്, യൂണിഫോം ഇല്ലാത്ത പോസ്റ്റ് ആണെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതൽ ഈ എക്സാമിന്റെ വിവരങ്ങൾ, എന്താണ് എക്സാം ഉദ്ദേശിക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബാച്ചസുമായി ബന്ധപ്പെട്ട എന്ത് വിവരങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. അല്ല എങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ത് ചെയ്യാണ്, ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 4/6/2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.